ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്ന എയർഫോഴ്സ് വൈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ബയോളജിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസീസ്. അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഇത് ബെനിഫിറ്റ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെയിൻ കണ്ടന്റിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്കർവി ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ? സ്കർവി എന്ന് പറയുന്ന ഡിസീസ് ഏത് വൈറ്റമിനിൻ്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെന്ന് പറഞ്ഞാൽ ബയോളജിയിൽ നിന്ന് ചോദിക്കാവുന്ന ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇതിനകത്താണ്. വൈറ്റമിൻസിൽ നിന്നും ചോദിക്കും, അതുപോലെ തന്നെ എന്താണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസിൽ നിന്നും ചോദിക്കും. ഓക്കെ, വൈറ്റമിൻസും അതുപോലെ തന്നെ ഡിസീസും, ഈ രണ്ട് ടോപ്പിക്കാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത്. അതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചേക്കുന്ന ഡിസീസുമായിട്ട് റിലേറ്റഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സ്കർവി ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ? ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി ഡിസീസ് ഉണ്ടാകുന്നത്? അല്ലെ, വൈറ്റമിൻസ് നമുക്കറിയാം ഏതൊക്കെയാണ്. വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി കഴിഞ്ഞാൽ എന്താണ്, ബി കോംപ്ലക്സുകളാണ് അല്ലേ. B1 ഉണ്ട്, B3 ഉണ്ട്, B7, ഇതെല്ലാം വൈറ്റമിൻ കോംപ്ലക്സുകളായിട്ട് കാണപ്പെടുന്നു. വൈറ്റമിൻ സി ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, വൈറ്റമിൻ ഡി ഉണ്ട്. ഇതെല്ലാം എന്താണ്, വൈറ്റമിൻസ് ആണ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണ്. ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് സ്കർവി ഡിസീസ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ പറയാം? വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് എന്തെന്ന് പറയുക, സ്കർവി എന്ന് പറയുന്നത്. വൈറ്റമിൻ സി നമുക്ക് എവിടെ നിന്ന് ലഭിക്കും, അല്ലെങ്കിൽ ഏത് ഫുഡിൽ നിന്നാണ് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതായത് സിട്രസ് ഫ്രൂട്ട്. എന്താണ് സിട്രസ് ഫ്രൂട്ട്? പുളി അടങ്ങിയിട്ടുള്ള അല്ലേ, നാരങ്ങ, ഓറഞ്ച്, ഇങ്ങനെയുള്ള പുളി രൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, വൈറ്റമിൻ സി ആണ് ലഭിക്കുന്നത്. ക്ലിയർ ആണ്? എന്നാൽ സ്കർവി ഡിസീസ് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ചോദിക്കുന്നത്, ഏതാണ് ആൻസർ എഴുതേണ്ടത്? വൈറ്റമിൻ സി ആൻസർ എഴുതണം. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മലേറിയ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ഹ്യൂമൻസ് ത്രൂ ദ ബൈറ്റ് ഓഫ് വിച്ച് വെക്ടർ? ഏത് രോഗകാരിയാണ് മലേറിയ ഡിസീസ് പരത്തുന്നത്? അല്ലേ, മലേറിയ ഡിസീസ് നമുക്കറിയാം എന്താണ്, കൊതുക് പരത്തുന്ന രോഗമാണ് മലേറിയ ഡിസീസ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഏത് ടൈപ്പ് മൊസ്കിറ്റോയാണ് ഏതാണ് മലേറിയ ഡിസീസ് സ്പ്രെഡ് ആക്കുന്നതെന്നാണ് ചോദിച്ചേക്കുക. ഓപ്ഷൻസ് നോക്കിയേ. ഫസ്റ്റ് മെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, ഓപ്ഷൻ ബി ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ, ദെൻ ഓപ്ഷൻ സി ഈഡിസ് ഈജിപ്റ്റ് മൊസ്കിറ്റോ, ദെൻ ഓപ്ഷൻ ഡി ക്യൂലസ് മൊസ്കിറ്റോ. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്: മലേറിയ ഡിസീസിന് കാരണമായിട്ടുള്ള വെക്ടർ അല്ലെങ്കിൽ പാത്തോജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് എഴുതേണ്ടത്? മൊസ്കിറ്റോ ആണ് എഴുതേണ്ടത്. ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ പെടുന്ന മൊസ്കിറ്റോയാണ് മലേറിയ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഏതാണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ആൻസർ എഴുതേണ്ടത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ്? രണ്ട് ക്വസ്റ്റ്യനും ക്ലിയർ ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഈസ് കോസ്ഡ് ബൈ എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷന് കാരണമായിട്ട് അല്ലെങ്കിൽ ബാക്ടീരിയ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ നോക്കിയേ, ട്യൂബർകുലോസിസ്, ഓപ്ഷൻ ബി പോളിയോ, ഓപ്ഷൻ സി റാബീസ്, ദെൻ ഓപ്ഷൻ ഡി ഡെങ്കു. അല്ലെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡെങ്കു എന്ന് പറഞ്ഞാൽ എന്താണ്? മൊസ്കിറ്റോ അല്ലെ, മൊസ്കിറ്റോ പരത്തുന്നതാണ് ഡെങ്കു ഫീവർ എന്നറിയപ്പെടുന്ന. റാബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേ വിഷബാധയാണ് അല്ലെ, മാഡ് ഡോഗിൽ നിന്നാണ് സ്പ്രെഡ് ആകുന്നത്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ഡിസീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ എ ട്യൂബർകുലോസിസ് ആണ്. ഏത് ഓർഗനെയാണ് ട്യൂബർകുലോസിസ് ഡിസീസ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലങ്സിനെയാണ് അല്ലെ, ലങ്സിനെ ബാധിക്കുന്ന ഡിസീസ് ആണ് അല്ലെ, റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസീസ് ആണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്നത്. ഈ ട്യൂബർകുലോസിനെതിരായിട്ട് നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതാണ്? BCG വാക്സിനാണ് അല്ലേ. ഒരു കുഞ്ഞ് ജനിച്ച് ഒരു ദിവസം കഴിയുന്ന മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. അതിന് BCG വാക്സിൻ ഏത് രോഗത്തെയാണ് നിയന്ത്രിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്യൂബർകുലോസിസിനെ നിയന്ത്രിക്കുന്നതാണ്. നമ്മുടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എന്താണ്? ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ട്യൂബർകുലോസിസ് ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് അറിയപ്പെടുന്ന. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി SSC RRB. ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നത്, അതുപോലെ തന്നെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതും ഈ ഒരു ടെലഗ്രാം ചാനലാണ്. ഫോളോ ചെയ്യാത്തവർ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. കറക്റ്റ് അപ്ഡേഷൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്:
The Widal test is clinically used to diagnose which of the following condition? Widal ടെസ്റ്റ് ഏത് ഡിസീസുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ മലേറിയ, ഓപ്ഷൻ ബി ടൈഫോയിഡ് ഫീവർ, ദെൻ ഓപ്ഷൻ ഡി കോളറ, ദെൻ ഓപ്ഷൻ ഡി എയ്ഡ്സ്. അല്ലേ, എയ്ഡ്സ് എന്താണ്? ഇമ്മ്യൂണിറ്റി സിസ്റ്റം, നമ്മുടെ എന്താണ് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ എന്ത് ചെയ്യുക, നശിപ്പിക്കുന്ന രോഗമാണ് എന്തെന്ന് പറയുക, എയ്ഡ്സ് എന്നറിയപ്പെടുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വൈഡൽ ടെസ്റ്റ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഏതിനെ ഡയഗ്നോസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ടൈഫോയിഡ് ഫീവർ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓപ്ഷൻ ടൈഫോയിഡ് ഫീവറിനെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വൈഡൽ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, സ്കിപ്പ് ചെയ്യരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മീനമാത ഡിസീസ് ഈസ് ന്യൂറോളജിക്കലി സിൻഡ്രം കോസ്ഡ് ബൈ സവ് പോയിസണസ് ഫ്രം വിച്ച് കെമിക്കൽ എലമെൻറ്റ്? മീനമാത ഡിസീസിന് കാരണമായിട്ടുള്ള പോയിസൺ ആയിട്ടുള്ള എലമെൻറ്റ് അല്ലെങ്കിൽ കാരണക്കാരനായിട്ടുള്ളത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ലെഡ്, ഓപ്ഷൻ ബി കാഡ്മിയം, ഓപ്ഷൻ സി മെർക്കുറി, ദെൻ ഓപ്ഷൻ ഡി ആഴ്സനിക്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കാം? മീനമാത ഡിസീസിന് കാരണമായിട്ടുള്ള കെമിക്കൽ എലമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? മെർക്കുറി കാരണമാണ് എന്ത് ചെയ്യുക, മീനമാത ഡിസീസിന് കാരണമായിട്ടുള്ളത്. ഏതാണ് ഓപ്ഷൻ? ഏതാ വരിക? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Jones is a visual symptom of a disease or malfunction related into which vital organ? ജോണ്ടിസ് എന്നറിയപ്പെടുന്നത് ഏത് ഓർഗനെ ബാധിക്കുന്ന ഡിസീസാണ്? ഓപ്ഷൻ നോക്കി. കിഡ്നി, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി പാൻക്രിയാസ്, ദെൻ ഓപ്ഷൻ ഡി ഹാർട്ട്. അല്ലേ, നോക്കിയേ, ഹാർട്ട് എന്താണ്? സ്റ്റഡി ഓഫ് ഹാർട്ട് ചോദിച്ചാൽ എന്താണ്? കാർഡിയോളജി. എന്താണ്? കാർഡിയോളജിയാണ് സ്റ്റഡി ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്നത്. കിഡ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? നെഫ്രോളജി. അല്ലേ, നെഫ്രോളജിയാണ് സ്റ്റഡി ഓഫ് എന്തെന്നറിയപ്പെടുക, കിഡ്നി എന്നറിയപ്പെടുന്നത്. ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കിഡ്നിയാണ് പ്യൂരിഫിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്? പമ്പ് ചെയ്യാനായിട്ട് ബ്ലഡ് നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്ടിലും പമ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹാർട്ടാണ്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ജോണ്ടിസ് എന്നറിയപ്പെടുന്ന ഡിസീസ് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ ബാധിക്കുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ലിവർ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which structural component of a human body is primarily affected by rickets? എന്താണ് പറഞ്ഞേക്കാം? റിക്കറ്റ്സിന് കാരണം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമാകുന്ന ഏത് ബോഡി ഓർഗനുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ്. ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ മസിൽസ്, ഓപ്ഷൻ ബി ബോൺസ്, ഓപ്ഷൻ സി സ്കിന്ന്, ദെൻ ഓപ്ഷൻ ഡി ഐസ്. അല്ലേ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞേക്കുക? എന്താണ് റിക്കറ്റ്സ് ഏത് ബോഡി പാർട്ടിനെയാണ് അല്ലെങ്കിൽ ഏത് ഭാഗത്തെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബോണിനെയാണ് ബാധിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അല്ലേ, സ്റ്റഡി ഓഫ് ബോൺസ് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? സ്റ്റഡി ഓഫ് ബോൺസ് ചോദിച്ചാൽ എന്താണ്? ഓസ്റ്റിയോളജി ആണ്. അല്ലേ, ഓസ്റ്റിയോളജി ആണ് സ്റ്റഡി ഓഫ് ബോൺസ് എന്ന് അറിയപ്പെടുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 206 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് എന്നറിയപ്പെടുന്നത്. ഹ്യൂമൻ ബീയിങ്സിൽ, അതായത് അഡൾട്ട് പേഴ്സണിൽ 206 ബോൺസും ന്യൂ ബോൺ ബേബീസിൽ എത്രയാണ്? 300 ബോൺസുമാണ് കാണപ്പെടുന്നത്. ക്ലിയർ ആണ്? അതിനെ നോക്കി. എന്താ പറഞ്ഞേക്കാം? എന്താണ് റിക്കറ്റ്സ് ബാധിക്കുന്നത്? ഏതിനാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബോണിനെയാണ് റിക്കറ്റ്സ് ബാധിക്കുന്നത്. അതിൽ വൈറ്റമിൻ ഡി ആണ് എന്ത് ചെയ്യുക? ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലേ, വൈറ്റമിൻ ബി എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്തിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കി, ദ ഡിസീസ് അല്ലേ അമിയോബേസിസ് ഈസ് കോസ്ഡ് ബൈ വിച്ച് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം? ഏത് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ് അമിയോബേസിസ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമായിട്ടുള്ളത്? ഓപ്ഷൻസ് നോക്കി. എൻറ്റമീബ ഹിസ്റ്റോൾച്ച, ദെൻ ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം വിവെക്സ്, ഓപ്ഷൻ സി ടേർണിയ സോളിയം, ദെൻ ഓപ്ഷൻ ഡി അസ്കാരിസ് ലൂംബ്രിക്കോയിഡ്സ്. നോക്കി, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കാം? അമീബേസിസ് എന്ന് പറയുന്ന ഡിസീസിന് കാരണമായിട്ടുള്ള ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? എൻറ്റമീബ ഹിസ്റ്റോളിറ്റയാണ് എന്ന് പറയുക. എന്താണ് അമീബോസിസ് ഡിസീസിന് കാരണമായിട്ടുള്ള ഓർഗൻ അല്ലെങ്കിൽ എന്താണ് അതിനുള്ള മൈക്രോസ്കോപ്പിക് ഓർഗാനിസം എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, BCG അല്ലേ, വാക്സിൻ ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു പ്രൊവൈഡ് ഇമ്മ്യൂണിറ്റി അഗെയിൻസ്റ്റ് വിച്ച് കണ്ടീഷൻ, അല്ലെങ്കിൽ BCG വാക്സിൻ എടുക്കുന്നത് ഏത് ഡിസീസിനെ തടയാൻ വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. BCG വാക്സിൻ എടുക്കുന്നത് എന്തിനെ തടയാൻ വേണ്ടിയിട്ടാണെന്ന് നോക്കി, എന്താണ്? ടെറ്റനസ്, വൂഫിംഗ് കഫ്, ദെൻ ഓപ്ഷൻ ഡി ട്യൂബർകുലോസിസ്, ദെൻ ഓപ്ഷൻ ഡി സ്മോൾ പോക്സ് അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് BCG വാക്സിൻ എടുക്കുന്നത് ഏതിനാണ്? ട്യൂബർകുലോസിസിനാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? ട്യൂബർകുലോസിസിനെതിരായിട്ട് എടുക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അരിത്രോസിലോസിസ് റിഫേഴ്സ് ടു ദ തിക്കനിങ് ഓർ ഹാർഡനിങ് ഓഫ് വിച്ച് സ്ട്രക്ചർ? ഓപ്ഷൻസ് നോക്കി, വെയിൻസ്, ആർട്ടറീസ്, കാപ്പിലറീസ്, ബോൺസ്. നോക്കി 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ വെയിൻസ്, ആർട്ടറീസ്, കാപ്പിലറീസ് ഒക്കെ എന്താണ്? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് ആണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഇമ്പ്യൂരിറ്റി ബ്ലഡിനെ വഹിക്കുന്ന ഏതാണ്, പ്യൂരിറ്റി ബ്ലഡിനെ വഹിക്കുന്ന ഏതാണ്, അതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക. നോക്കി അരിത്രോസിലോസിസ് എന്നറിയപ്പെടുന്നത് നോക്കി ഏതാണ്? തിക്കനിങ് ഓർ ഹാർഡനിങ് ഓഫ് വിച്ച് സ്ട്രക്ചർ? ഏതിൻ്റെ സ്ട്രക്ചറിലാണ് തിക്കനിങ് അല്ലെ ഹാർഡനിങ് ആയിട്ട് മാറുമ്പോഴാണ് ഈ രോഗമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? ആർട്ടറീസ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഈസ് ഡയറക്ട്ലി ലിങ്ക് ടു ദ ഡെവലപ്മെന്റ് ഓഫ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? എന്താ പറഞ്ഞേക്കാം? നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ കണ്ണിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്നത്. ഇത് ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ്? ഓപ്ഷൻസ് നോക്കി, 1ാമത്തെ ഓപ്ഷൻ വൈറ്റമിൻ കെ, ഓപ്ഷൻ ബി വൈറ്റമിൻ B12, ഓപ്ഷൻ സി വൈറ്റമിൻ എ, ഓപ്ഷൻ ഡി വൈറ്റമിൻ ഇ അല്ലേ? വൈറ്റമിൻ ഇ എന്തെന്നറിയപ്പെടുന്നുണ്ട്? ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നു അല്ലേ? ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റമിൻ ഇനെയാണ് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നൈറ്റ് ബ്ലൈൻഡ്നെസ് ബാധിക്കുന്ന ഏതിനെയാണ്? കണ്ണിനെ ബാധിക്കുന്ന ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഐ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഓഫ്താൽമോളജി അല്ലേ? ഓഫ്താൽമോളജിയാണ് സ്റ്റഡി ഓഫ് എന്തെന്ന് പറയുക ഐ എന്നറിയപ്പെടുന്നത്. ഇവിടെ ചോദിച്ചത് എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ബാധിക്കുന്ന എവിടെയാണ്? കണ്ണിനെ ബാധിക്കുന്ന ഡിസീസാണ്. അത് ഏത് വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ എഴുതേണ്ടത്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുക. അതായത് കണ്ണിനെ ബാധിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിസീസിനും കാരണമായിട്ടുള്ളത് ഏതിൻ്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമാണെന്ന് ചോദിച്ചാൽ എന്താണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലമാണ് ബാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റിംഗ് വോം ഈസ് എ കോമൺ കണ്ടാജിനസ് സ്കിൻ ഇൻഫെക്ഷൻ കോസ്ഡ് ബൈ വിച്ച് ടൈപ്പ് ഓഫ് പാത്തോജൻ? എന്താണ് റിംഗ് വോം എന്നറിയപ്പെടുന്നത് അല്ലെ? റിംഗ് വോം എന്നറിയപ്പെടുന്നത് എന്താണ്? സ്കിന്നിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ് റിംഗ് വോം എന്നറിയപ്പെടുന്നത്. ഇതിന് കാരണമായിട്ടുള്ള പാത്തോജൻ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം നമുക്ക്. 1ാമത്തെ ഓപ്ഷൻ ഏതാണ്? വൈറസ്, ഓപ്ഷൻ ബി ബാക്ടീരിയ, ഓപ്ഷൻ സി ഫംഗസ്, ദെൻ ഓപ്ഷൻ ഡി പ്രോട്ടോസോവ അല്ലേ? നോക്കി ഇതെല്ലാം എന്താണ്? പാത്തോജൻസ് ആണ്. ഓരോ ഡിസീസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണക്കാരായിട്ടുള്ള പാത്തോജൻസ് ആണ് വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ എന്നറിയപ്പെടുന്നത്. ഇതിനകത്ത് റിംഗ് വോം അല്ലെ വട്ടച്ചൊറി എന്നൊക്കെ പറയുന്ന റിംഗ് വോമിന് കാരണമായിട്ടുള്ള അല്ലെ സ്കിൻ ഇൻഫെക്ഷൻ ആണ്. ഇതിന് കാരണമായിട്ടുള്ള പാത്തോജൻ ആണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും ആൻസർ എഴുതേണ്ടത്? ഫംഗസ് ആണ് അല്ലെ? ഫംഗസ് മൂലമാണ് എന്ത് ചെയ്യുക? റിംഗ് വോം ഡിസീസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്കിന്നിന് എന്ത് ചെയ്യുക? ഡാമേജ് ആക്കി മാറ്റുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൈഡ്രോഫോബിയ അല്ലെങ്കിൽ എന്താണ്? ഫിയർ ഓഫ് വാട്ടർ ഈസ് ഡിഫൈനിങ് ക്ലിനിക്കൽ സിംറ്റം ഓഫ് വിച്ച് ഫേറ്റൽ ഡിസീസ്? എന്താണ് പറഞ്ഞേക്കാം? ഫിയർ ഓഫ് വാട്ടർ, വെള്ളം കാണുമ്പോഴേക്ക് പേടിയാവുക അല്ലെങ്കിൽ എന്താണ് വിഭ്രാന്തി കാണിക്കുക, ഇങ്ങനെ പറയുന്നത് ഏത് ഡിസീസിന് കാരണമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഏത് ഡിസീസിന് കാരണമായിട്ടുള്ള സിംറ്റം ആണെന്നാണ്. ഓപ്ഷൻ നോക്കിയേ, ടെറ്റനസ്, ഓപ്ഷൻ ബി റാബിസ്, ഓപ്ഷൻ സി മെനിഞ്ചൈറ്റിസ്, ദെൻ ഓപ്ഷൻ ഡി പ്ലേഗ് അല്ലെ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് ഫിയർ ഓഫ് വാട്ടർ അല്ലെ വാട്ടർ കാണുമ്പോൾ പേടിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുക എന്നൊക്കെ പറയുന്നത് ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? റാബിസ് ആണ് അല്ലേ? പേപ്പട്ടി വിഷബാധ എന്ന് പറയുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? മാഡ് ഡോഗ്സ് അല്ലേ? മാഡ് ഡോഗ് കടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ആകുന്നുണ്ട്. ഇതെന്ത് ചെയ്യുകയാണ്? ഇത് ഈ ഡിസീസ് അല്ലെങ്കിൽ ഇതിൻ്റെ സിംറ്റമാണ് എന്തെന്ന് പറയുക? ഫിയർ ഓഫ് വാട്ടർ എന്നറിയപ്പെടുന്നത് അല്ലേ? വെള്ളം കാണുമ്പോൾ എന്ത് ചെയ്യുക? പേടിയാവുക അല്ലെങ്കിൽ എന്താണ് വിഭ്രാന്തി കാണിക്കുക. ഇതെന്താണ്? ഏത് രോഗത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പറഞ്ഞാൽ ഏതാണ്? റാബീസ് അല്ലേ? റാബീസ് ഡിസീസുമായിട്ട് അല്ലെങ്കിൽ എന്താണ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേം ആണ്. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് XYയുടെ ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിന് ഡീറ്റെയിൽസ് എന്നറിയപ്പെടുന്നത് ഡെയിലി നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക. ലൈവ് ക്ലാസ്സസ് ഇൻ കേസ് ഏതെങ്കിലും റീസൺ കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ സെയിം ക്ലാസ് റെക്കോർഡഡ് സെക്ഷനായിട്ട് നമുക്ക് ആപ്പിൽ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം ഡിജിറ്റൽ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും ഫിസിക്കൽ ട്രെയിനിങ്ങും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മളിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. വാട്സപ്പിന് പ്രത്യേക നമ്പറും അതുപോലെ തന്നെ കോളിങ്ങിന് 8281 എന്ന് പറയുന്ന നമ്പറുമുണ്ട്. ഇത് 2 നമ്പറിലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ പ്രോപ്പറായിട്ടൊരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. അതനുസരിച്ച് എന്ത് ചെയ്യുക, ആ ഒരു കോഴ്സിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ എലിസ ടെസ്റ്റ് ഈസ് ദ പ്രൈമറി ബയോകെമിക്കൽ സ്ക്രീനിങ് മെത്തേഡ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് ഇൻഫെക്ഷൻ. എലിസ ടെസ്റ്റ് അല്ലെങ്കിൽ ഏത് രോഗനിർണയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് എലിസ ടെസ്റ്റ് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ നോക്കി. ഹെപ്പറ്റൈറ്റിസ് ബി. എന്താണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറഞ്ഞാൽ? മഞ്ഞപ്പിത്തം അല്ലേ? ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഓപ്ഷൻ ബി ഇൻഫ്ലുവൻസ. ദെൻ ഓപ്ഷൻ സി HIV ഓർ എയ്ഡ്സ്. ദെൻ ഓപ്ഷൻ ഡി ടൈഫോയിഡ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ പറഞ്ഞേക്കാം? എലിസ ടെസ്റ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? എയ്ഡ്സ് അല്ലെങ്കിൽ HIV വൈറസ് ആണ് അല്ലേ എയ്ഡ്സിന് കാരണമായിട്ടുള്ളത് നോക്കി, അല്ലെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് എന്തെന്ന് പറയുക? എലിസ ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Goiter characterized by an enlarged thyroid gland is caused by dietary deficiency. എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡിന് ബാധിക്കുന്ന ഒരു ഡിസീസാണ് ഗോയിറ്റർ എന്നറിയപ്പെടുക, അല്ലെങ്കിൽ വീക്കം. തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ വീക്കത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്നത്. ഈ ഗോയിറ്റർ ഡിസീസിന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് കാരണം അല്ലെങ്കിൽ ഏതിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഗോയിറ്റർ ഡിസീസ് തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കി. അയൺ. ഓപ്ഷൻ ബി കാൽസ്യം. ഓപ്ഷൻ സി അയഡിൻ. ദെൻ ഓപ്ഷൻ ഡി പൊട്ടാസ്യം അല്ലേ? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിനകത്ത് എന്താണ് ഗോയിറ്റർ ഡിസീസ് ബാധിക്കുന്നത് ഏതിനകത്താണെന്ന് ആദ്യം പഠിക്കുക. ഏതാണ്? തൈറോയ്ഡ് ഗ്ലാൻഡിനെ ബാധിക്കുന്നതാണ്. എന്നിട്ട് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തൈറോക്സിൻ ആണ് തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് അല്ലേ? ഇനി നോക്കിയാൽ ഈ ഗോയിറ്റർ ഡിസീസിന് കാരണമായിട്ടുള്ളത് ഏതിൻ്റെ കുറവ് മൂലമാണെന്ന് ചോദിച്ചാൽ എന്താണ്? അയഡിൻ്റെ കുറവ് മൂലം അല്ലേ? അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ എന്താണ്? തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ടാകുന്ന വീക്കമാണ് എന്തെന്നറിയപ്പെടുക? ഗോയിറ്റർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നോൺ കമ്മ്യൂണിക്കബിൾ ജനറ്റിക് ബ്ലഡ് ഡിസോർഡർ? എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ അല്ല, ജനറ്റിക് ഡിസോർഡർ ആണ് ചോദിച്ചത്. ബ്ലഡ് അല്ലെ? ബ്ലഡ് ഡിസോർഡർ ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കി. ഏതാണ്? ഹീമോഫീലിയ. നോക്കി. അടുത്തതാണ് കാലസ്. ദെൻ ഓപ്ഷൻ ഡി ചിക്കൻ ഗുനിയ. ദെൻ ഓപ്ഷൻ ഡി ഫിലാരിസിസ് അല്ലേ? നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പ്രെഡ് ചെയ്യാത്ത ഡിസീസിനാണ് നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് എന്നറിയപ്പെടുന്നത്. ഇതിന് നോക്കി ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് എന്നറിയപ്പെടുന്ന ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ എ ഏതാണ്? ഹീമോഫീലിയ ആണ് അല്ലേ? നോക്കി. അടുത്ത ചിക്കൻ ഗുനിയൊക്കെ എന്താണ്? നമുക്ക് എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മോസ്കിറ്റോ വഴി എന്ത് ചെയ്യുന്നുണ്ട്? സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് സ്പ്രെഡ് ചെയ്യാത്ത നോൺ കമ്മ്യൂണിക്കൽ ഡിസീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹീമോഫീലിയ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ DPT വാക്സിൻ പ്രൊവൈഡ് കമ്പൈനിങ് പ്രൊട്ടക്ഷൻ എഗൈൻസ്റ്റ് ടൈഫീരിയ, ടെറ്റനസ് ആൻഡ് വിച്ച് തേർഡ് ഡിസീസ് അല്ലെ? 3 ഡിസീസിന് എന്താണ് നമ്മൾ ഒരുമിച്ചെടുക്കുന്ന വാക്സിനാണ് DPT വാക്സിൻ എന്നറിയപ്പെടുന്നത്. അതിൽ 2 ഡിസീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡിഫ്തീരിയയും തന്നിട്ടുണ്ട്, ടെറ്റനസും തന്നിട്ടുണ്ട്. 3ാമത്തെ ഡിസീസ് ഏതാണ്? നോക്കി. ഏതാണ്? ഓപ്ഷൻ നോക്കി. പോളിയോ. അടുത്ത ഏതാണ്? വൂഫിംഗ് കഫ്. ഓപ്ഷൻ സി തൈറോയിഡ്. ദെൻ ഓപ്ഷൻ ഡി നിമോണിയ അല്ലേ? പി എന്ന് വെച്ചാൽ എന്താണ്? ഇനി വരുന്ന ടേം ഏതാണ്? തന്നിട്ടുണ്ട്. ഡി തന്നിട്ടുണ്ട്, ടി തന്നിട്ടുണ്ട്. നമുക്കറിയാം ഏതാണ്? പി തുടങ്ങുന്നതായിരിക്കും നമുക്കറിയാം. പക്ഷേ ഏതാണ്?
പോളിയോ ഉണ്ട്, അതുപോലെ പ്രീറ്റിസിസ് ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ന്യൂമോണിയ ഉണ്ട്. ഏതായിരിക്കും ആൻസർ? വൂഫിംഗ് കഫ് എന്നറിയപ്പെടുന്നതായിട്ടുള്ള എന്താണ്? പ്രീറ്റിസിസ് എന്നറിയപ്പെടുന്ന ഡിസീസാണ്, അല്ലെങ്കിൽ അതിനെതിരെ എടുക്കുന്ന വാക്സിനാണ്. ഈ മൂന്നിനും എന്താണ്? ഒരേപോലെ എടുക്കുന്ന വാക്സിനാണ് എന്തെന്ന് പറയുക? DPT വാക്സിൻ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കലാസർ അല്ലേ, നോക്കിയേ. വിക്സറൽ അല്ലെങ്കിൽ എന്താണ് നോക്കിയേ, കലാസർ ഈസ് ബയോളജിക്കൽ ട്രാൻസ്മിറ്റഡ് വെയർ ദ ബൈറ്റ് ഓഫ് വിച്ച് ഇൻസെക്ട് വെക്ടർ. നോക്കിയേ, ഏത് വെക്ടർ വഴിയാണ് നോക്കിയേ ഏതാണ് കലാസർ എന്ന് പറയുന്ന ഡിസീസ് സ്പ്രെഡ് ആകുന്നത്? നോക്കിയേ, ടെസ്റ്റസ് ഫ്ലൈ, ദെൻ ഓപ്ഷൻ ബി സാൻഡ് ഫ്ലൈ, ഓപ്ഷൻ സി ഹൗസ് ഫ്ലൈ, ദെൻ ഓപ്ഷൻ ഡി മോസ്കിറ്റോ. നോക്കിയേ, ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഏതാണ് വെക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സാൻഡ് ഫ്ലൈ ആണ് വെക്ടർ, അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് പാത്തോജനിക് ഓർഗാനിസം ഈസ് ദ കോസ്റ്റേറ്റീവ് ഏജന്റ് ടു കോളറ? അല്ലെ, കോളറയ്ക്ക് കാരണമായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്ന ഏത് രോഗകാരി അല്ലെങ്കിൽ എന്താണ് ബാക്ടീരിയ ആണെന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കി. സാൽമണല്ല ടൈഫി, വിബ്രിയോ കോളറ, മൈക്കോബാക്ടീരിയം ലെപ്രെ, ദെൻ ഓപ്ഷൻ ഡി ക്ലോറഡിസം ടെറ്റനി, അല്ലെ ക്ലോസ്ട്രീഡിയം ട്രെറ്റിനി. നോക്കി, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് എന്താ പറഞ്ഞേക്കുക? കോളറ പരത്താനായിട്ട് കാരണമായിട്ടുള്ള പാത്തോജനിക് ഓർഗൻ അല്ലെങ്കിൽ ഓർഗാനിസത്തിനെയാണ് ചോദിച്ചേക്കുക. എന്താണ് ആൻസർ എഴുതേണ്ടത്? വിബ്രിയോ കോളറയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? 20ാമത്തെ ക്വസ്റ്റ്യൻ ആയി. നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നോക്കി, എന്താണെന്ന് നോക്കി. അനീമിയ ഈസ് മോസ്റ്റ് കോമൺലി കോസ്ഡ് ബൈ എ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് ക്രിട്ടിക്കൽ മിനറൽ? ഏത് മിനറലിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് എന്ത് ചെയ്യുക? അനീമിയ അല്ലെങ്കിൽ വിളർച്ച ഉണ്ടാകുന്നത്? ഓപ്ഷൻ നോക്കിയേ. മഗ്നീഷ്യം, ഓപ്ഷൻ ബി അയൺ, ഓപ്ഷൻ സി സിങ്ക്, ദെൻ ഓപ്ഷൻ ഡി ഫോസ്ഫറസ്. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ 4 ഓപ്ഷനകത്ത് അനീമിയയ്ക്ക് കാരണമാകുക അല്ലെങ്കിൽ വിളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ എഴുതേണ്ടത്? അയണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ് എന്തെന്ന് പറയുക? അനീമിയ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് വേരിയന്റ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് ഈസ് പ്രൈമർലി ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡോ വാട്ടറോ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏത് ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ആണ്? ഓപ്ഷൻ നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഹെപ്പറ്റൈറ്റിസ് ബി, ഓപ്ഷൻ ബി ഹെപ്പറ്റൈറ്റിസ് സി, ഓപ്ഷൻ സി ഹെപ്പറ്റൈറ്റിസ് എ, ദെൻ ഓപ്ഷൻ ഡി ഹെപ്പറ്റൈറ്റിസ് ഡി. അല്ലേ, 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഓപ്ഷനകത്ത് ഹെപ്പറ്റൈറ്റിസ് വൈറസ് അല്ലേ ഏത് വേരിയൻ്റ് ആണ് എന്ന് പറയുക? കണ്ടാമിനേറ്റഡ് ഉള്ള ഫുഡ് അല്ലെങ്കിൽ വൃത്തിയില്ലാത്തതോ അല്ലെങ്കിൽ എന്താണ് ഫുഡോ വാട്ടറോ കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? ഓപ്ഷൻ സി അല്ലേ ഹെപ്പറ്റൈറ്റിസ് എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫുട്ട് ആൻഡ് മൗത്ത് ഡിസീസ് ഈസ് എ ഹൈലി കണ്ടൈനസ് കണ്ടീഷൻ ഒബ്സർവ്ഡ് മോസ്റ്റ്ലി ഇൻ ലൈഫ് സ്റ്റോക്ക് കോസ്ഡ് ബൈ. അല്ലെ, ലൈഫ് സ്റ്റോക്കിനെ ബാധിക്കുന്ന ഫുട്ട് ആൻഡ് മൗത്ത് എന്ന് പറയുന്ന ഡിസീസ്. ഇതിന് കാരണമായിട്ടുള്ള അല്ലേ എന്താണ് ഇതിന് കാരണമായിട്ടുള്ളത് ഏതാണ്? ഏത് പാത്തോജൻ എന്നാണ്? ഓപ്ഷൻ നോക്കി. ഓപ്ഷൻ എ ഫംഗസ്, ഓപ്ഷൻ ബി ബാക്ടീരിയം, ഓപ്ഷൻ സി പ്രോട്ടോസോവൻ, ദെൻ ഓപ്ഷൻ ഡി വൈറസ്. അല്ലേ, നോക്കി. ഫുട്ട് ആൻഡ് മൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് സ്റ്റോക്ക് അല്ലെ കന്നുകാലികൾക്കൊക്കെ ബാധിക്കുന്ന ഡിസീസാണ് ഫുട്ട് ആൻഡ് മൗത്ത് എന്നറിയപ്പെടുന്നത്. ഇതിന് കാരണമായിട്ടുള്ള പാത്തോജൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറസ് ആണ് കാരണമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഡൗൺ സിൻഡ്രം ഈസ് എ കൺജനിറ്റൽ ജനറ്റിക് ഡിസോർഡർ റിസൾട്ടിങ് ഫ്രം അല്ലെ ഡൗൺ സിൻഡ്രം എന്നറിയപ്പെടുന്നത് നോക്കി എന്താണെന്ന് നോക്കി. ഡിസോർഡർ റിസൾട്ടിങ് ഫ്രം ഏതാണ് നോക്കി. ഓപ്ഷൻ നോക്കി. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡ്യൂറിങ് pregnancy. Option B extra copy of chromosomes. Option C vitamin D overdose. Then option D heavy metal toxicity. നോക്കി 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡൗൺ സിൻഡ്രം എന്നറിയപ്പെടുന്നത് എപ്പോഴും എന്താണ്? ക്രോമസോമുമായിട്ട് റിലേറ്റഡ് ആണ്. എന്നിട്ട് നമുക്ക് ആൻസർ ഏതെഴുതാം? എക്സ്ട്രാ കോപ്പി ഓഫ് എന്താണ്? ക്രോമസോം 21 എന്താണ് റീസൺ ആണ് എന്തെന്ന് പറയുക? ഡൗൺ സിൻഡ്രം എന്ന് പറയുന്ന ഡിസീസിന് അല്ലെങ്കിൽ എന്താണ് ആ ഒരു എന്താണ് ജനറ്റിക് ഡിസോർഡറിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 24ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതാണ്. ഡെങ്കു ഫീവർ കോമൺലി നോൺ ആസ് ബ്രേക്ക് ഡൗൺ
ബ്രേക്ക് ബോൺ ഫീവർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ വിച്ച് മൊസ്കിറ്റോ വെക്ടർ? ഓക്കെ, ഏത് ടൈപ്പ് മൊസ്കിറ്റോ വെക്ടർ കാരണമാണ് ഡെങ്കു ഫീവർ സ്പ്രെഡ് ആകുന്നത്? ഓപ്ഷൻ നോക്കി, അനോഫിലസ് സ്റ്റെഫിനസി, ദെൻ ഓപ്ഷൻ ഡി ക്യൂലെക്സ് പെപ്പിനസ്, ദെൻ ഓപ്ഷൻ ഡി ഈഡിസ് ഈജിപ്സ്, ദെൻ ഓപ്ഷൻ ഡി മാൻസോണിയ. നോക്കിയേ ഇത്രയും വെക്ടേഴ്സിൻ്റെ പേര് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഏത് ടൈപ്പ് മൊസ്കിറ്റോ ആണ് ഡെങ്കു ഫീവർ പരത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഈഡിസ് മൊസ്കിറ്റോ ആണ് എന്തെന്ന് പറയുക, ഡെങ്കു ഫീവർ സ്പ്രെഡ് ആക്കുന്ന വെക്ടർ അല്ലെങ്കിൽ എന്താണ് മൊസ്കിറ്റോ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ വീഡിയോ സെക്ഷനിലെ 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ 25 ക്വസ്റ്റ്യൻ ഇതാണ്. ലുക്കീമിയ ഈസ് എ മാലിഗ്നന്റ് ക്ലിനിക്കൽ കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദ അബ്നോർമൽ പ്രോളിഫിക്കേഷൻസ് ഓഫ് ഓപ്ഷൻ സി ഏതാണ്? റെഡ് ബ്ലഡ് സെൽസ്, ഓപ്ഷൻ ബി വൈറ്റ് ബ്ലഡ് സെൽസ്, ദെൻ ഓപ്ഷൻ സി പ്ലേറ്റ്ലെറ്റ്സ്, ദെൻ ഓപ്ഷൻ ഡി ബ്ലഡ് പ്ലാസ്മ. ഓക്കെ, നമുക്കറിയാം ലുക്കീമിയ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ്? ബ്ലഡ് ക്യാൻസർ എന്നറിയപ്പെടുന്നുണ്ട് അല്ലേ? ബ്ലഡ് ക്യാൻസർ എന്നറിയപ്പെടുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലുക്കീമിയ ആണ്. ഇതിന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ഏതിൻ്റെ ഓവർ ഗ്രോത്ത് ആണ് ലുക്കീമിയയ്ക്ക് കാരണമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. RBC എന്ന് പറഞ്ഞാലും WBC എന്ന് പറഞ്ഞാലും എന്താണ്? ബോൺ മാരോയിലാണ് കാണപ്പെടുക അല്ലേ? ബോൺ മാരോയിൽ ഫോം ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക? RBC സെൽസ്. 120 days ആണ് RBC സെൽസിൻ്റെ ലൈഫ് സ്പാന്. 13 to 15 വരെയാണ് WBC സെൽസിൻ്റെ ലൈഫ് സ്പാൻ എന്നറിയപ്പെടുന്നത്. ഇനി നോക്കി, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അബ്നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എന്താണ് ഗ്രോത്ത് ആയിരിക്കും എന്ത് ചെയ്യുക? ഒരു സെല്ല് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെല്ല് കൂടുതലായിട്ട് ഗ്രോത്ത് ആവുന്ന സമയത്താണ് ലുക്കീമിയ ഡിസീസിന് കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിന് കാരണമായിട്ടുള്ളത്. അത് ഏത് ടൈപ്പ് സെല്ല് അല്ലെങ്കിൽ ഏത് സെല്ലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വൈറ്റ് സെൽസ് ആണ് അല്ലെ? വൈറ്റ് ബ്ലഡ് സെൽസിന് കാരണമായിട്ടുള്ളതാണ്. ഇതിൻ്റെ ഓവർ ഗ്രോത്ത് ആണ് എന്തെന്ന് പറയുക? ലുക്കീമിയയ്ക്ക് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? ബ്ലഡ് ക്യാൻസറിന് കാരണമായിട്ടുള്ളത്. ക്ലിയർ ആണേ? 25 ക്വസ്റ്റ്യൻസും ക്ലിയർ ആണോ? ഈ 25 ക്വസ്റ്റ്യൻസ് നമുക്ക് എയർഫോഴ്സ് വൈക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എയർഫോഴ്സ് വൈക്ക് ബയോളജിയിൽ നിന്ന് ചോദിക്കുന്ന 2 ടോപ്പിക്കിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ആ ടോപ്പിക്കാണ് ഒന്ന് വൈറ്റമിൻസും രണ്ടാമത്തെ ഡിസീസും. ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാവരും വർക്കൗട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഷിഫ്റ്റ് അല്ലെങ്കിൽ എന്താണ് എല്ലാ എയർഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിനും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത്. ഈ 25 ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും പ്രോപ്പറായിട്ട് നോക്കുക, പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ സെക്ഷനിലൂടെ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.